ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. ഈ വരുന്ന ഒരാഴ്ച ഒരു വീക്കെൻഡ് എപ്പിസോഡായിരുന്നെങ്കിൽ ഇവൾമാർക്കിട്ടെല്ലാം പൊളിക്കാൻ പറ്റിയിട്ടുള്ളൊരു ഐറ്റമായിട്ട് ബിഗ് ബോസ് മേ ബി വന്നേനെ എന്നുള്ള കാര്യങ്ങൾ അനുമോൾ പറയുന്നുണ്ട്. കാരണം ഇവളുമാർ പറഞ്ഞിട്ടുള്ള ഓരോരോ കാര്യങ്ങളും, അതായത് ഇന്നലെ നടന്നിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ ഓരോന്നോരോന്നായിട്ട് എടുത്തെടുത്ത് കാണിച്ച് ബിഗ് ബോസ് തന്നെ ഒന്ന് തെളിയിച്ച് കൊടുക്കുമായിരുന്നെങ്കിൽ ഇവളുമാരൊക്കെ എപ്പോൾ ഇവിടെ ഇരുന്ന് ഉരുകിയാനെ എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ധൈര്യത്തിലും കൂടി ആയിരിക്കാം ഇങ്ങനെയൊക്കെ തന്നെ പറയുന്നത് എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അഭിലാഷാണെങ്കിലും പറയുന്നുണ്ട്, ആ ഒരു സമയത്ത് ആ ഒരു സാഹചര്യത്തിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരിയിട്ടുണ്ട്. ക്വൈറ്റ് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കുറ്റങ്ങൾ പറയും. അത് മനസ്സിലാക്കണം. ഈ ഒരു ഷോ എന്ന് പറയുന്നതേ അങ്ങനെയാണ്. ഇപ്പം അനുമോൾ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും പോയി കഴിഞ്ഞതിന് ശേഷം 100 ദിവസം വരെ കുത്തിയിരുന്നിട്ടാണെങ്കിലും ഓരോ എപ്പിസോഡ് ഇരുന്ന് കാണുമെന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ ഒരു ദേഷ്യത്തിന് പുറത്ത് പറയുന്നതാണ്. കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാരെ തിരിഞ്ഞു പോലും നോക്കാൻ പറ്റത്തില്ല എന്നുള്ളത് തന്നെയാണ്. കാണാതിരിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാകട്ടെ. കാരണം ഈ ഒരു എപ്പിസോഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത്രയും ഒരു എന്താ പറയുക, ഈ ഒരു സീസണാണ് ഇത്രയും വൃത്തികെട്ട രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ വലിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് വീണ്ടും വീണ്ടും കാണുമെന്ന് പറഞ്ഞാൽ തന്നെ അത്രയധികം തന്നെ മോശമായിട്ടുള്ള കാര്യങ്ങളില്ല. പക്ഷേ ഇവിടെ ഇപ്പോഴും ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ അനുമോൾ മാത്രമായിട്ടൊരു തെറ്റുകാരിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതങ്ങനെയല്ല. ആ ഒരു എപ്പിസോഡൊക്കെ ഒന്നുകൂടെ ഒന്ന് കാണിക്കുമായിരുന്നെങ്കിൽ അത്ര നല്ലതായിരുന്നു എന്നുള്ള രീതിയിൽ അനുമോൾ പറയുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ബിൻസിയുടെ ഒക്കെ ഫാമിലി എന്ന് പറയുന്നത് വളരെ ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ളൊരു ഫാമിലി ആയിട്ടാണ് ഇവർ പോർട്രേറ്റ് ചെയ്ത് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഫാമിലിപ്പെട്ട ആൾക്കാരൊക്കെ എന്തിനാണ് ഇത് പേടിക്കുന്നത്? ഇതൊരു ഗെയിം റിയാലിറ്റി ഷോ അല്ലേ, ഗെയിമായിട്ട് വിടണം. ഇതെൻ്റെ ലൈഫ് നശിച്ചു, ഇതാണെന്നൊക്കെ പറഞ്ഞ് വെറുതെ എന്തിനാണ് ഈ അൺവാണ്ടഡ് ആയിട്ടുള്ള കോൺട്രവേഴ്സി ഉണ്ടാക്കിയെടുക്കുന്നത്? ഇതിനൊക്കെ കണ്ണിക്കടി എന്നല്ലാതെ വേറെ എന്ത് പറയാനാണ്? നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക.